ഒരു സിനിമ റിലീസാവുന്നു, ആ സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്നു അല്ലേ? ആ സിനിമയ്ക്ക് വേണ്ടതെല്ലാം ചേർത്താണ് പ്രേക്ഷകർ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. 3 തിയേറ്ററുകൾ നമ്മൾ സ്വന്തം റിലീസ് ചെയ്തു. യൂട്യൂബിലൂടെ റിലീസ് ചെയ്ത സിനിമ എങ്ങനെ വിജയിപ്പിക്കാമെന്ന് കാണിച്ചു തന്ന ഒരു അതുല്യ പ്രതിഭയാണ് താങ്കൾ. അല്ല, ആദ്യം നമ്മൾ ഫസ്റ്റ് തിയേറ്റർ തന്നെയായിരുന്നു. തിയേറ്ററിന് ശേഷമാണ് കേട്ടോ യൂട്യൂബിൽ നമ്മൾ ഓൺലി സോങ്സും ട്രെയിലറേ പോയിട്ടു. അത് ഭയങ്കര ഹിറ്റ് അടിച്ചു. അതൊരു തിരുത്തുണ്ടായിരിക്കും. പക്ഷെ അത് പ്രേക്ഷകർ ഇരു കൈനീട്ടി സ്വീകരിച്ച് സന്തോഷം എന്ന വ്യക്തിയോട് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നിയ പ്രേക്ഷകർക്ക് അങ്ങനെയാണ്. യെസ്, അല്ല സാർ, ഞാൻ പറയുന്നത് സന്തോഷ് പണ്ഡിറ്റ് 2011 ചെയ്തൊരു കാര്യം പറയുന്നു. 2023 ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെ നമ്മൾ ഇപ്പോഴെങ്ങനെ എന്നതിനേക്കാളും ഒരു ശാശ്വതമായ ഒരു കാര്യം എങ്ങനെ, നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ 2011 ഒരു ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഞാനത് പറയുന്നുണ്ട്. യൂട്യൂബിൽ നിന്ന് ഇട്ടാൽ പൈസ കിട്ടും. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട്, ഒരിക്കലുമല്ല, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടില്ല. ഇന്ന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും. ഞാൻ പറഞ്ഞു, ചേട്ടാ അതിനിങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു ശരിയല്ല, 2011 വരെ സത്യം പറഞ്ഞാൽ യൂട്യൂബ് ഫ്രീ ആണെന്ന് വിശ്വസിച്ച മഹാന്മാരാണ് ഇവർ. അപ്പം ഞാൻ പറഞ്ഞു അത് ഇങ്ങനല്ല. അപ്പോൾ അവിടുന്ന് പറഞ്ഞാണേ, അത് ഇന്നായിട്ടൊന്ന് കമ്പയർ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. 2011 പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നല്ല തെളിഞ്ഞ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പൈസ ഉണ്ടാക്കാം. അപ്പോൾ ഓപ്പോസിറ്റിലിരിക്കുന്നവർ ചിലപ്പോൾ മറ്റുള്ള ഫാൻസുകാരോ എനിക്കറിയില്ല, വാട്ടവർ. അപ്പോൾ അവർ പറഞ്ഞു സിനിമ തിയേറ്ററിൽ നിന്ന് മാത്രമാണ് കളക്ഷൻ. എൻ്റെ ഓപ്പോസിറ്റിലുള്ളവരെന്ന് പറഞ്ഞതാണ്. സോഷ്യൽ മീഡിയ അത് ചില ആളുകൾ എന്തോ ചെയ്യുന്നു. തിയേറ്റർ അല്ലാതെ എവിടെ നിന്നും പൈസ കിട്ടൂല അന്ന് പറഞ്ഞതാ. ഇന്ന് 2023 പല സംവിധായകരും എടുത്തോ, ഞങ്ങളുടെ സിനിമ തിയേറ്ററിലൊന്നല്ല റിലീസ്. അപ്പോൾ എവിടെയാണ് അത്? OTT, യൂട്യൂബ് സംതിങ്. അപ്പോൾ ഇവരൊരു അല്ല പടം ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പൈസ കിട്ടി. ഇതൊക്കെ 2015 സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ കാര്യമാണ്, തെളിയിച്ചാ. അപ്പോൾ ഇവർ പറയും അതെങ്ങനെയാണ്? അല്ലാതെ ഈ OTT പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പം നിങ്ങളൊരു നിശ്ചിത പൈസയ്ക്ക് കാണുമ്പോൾ ഒരു പൈസ ഞങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ. ചേട്ടാ ഇത് തന്നെയല്ലേ യൂട്യൂബും അന്ന് പറഞ്ഞത്? അതെന്താ പറഞ്ഞത്? നിങ്ങളൊരു പാട്ട് കാണുമ്പോൾ യൂട്യൂബ് മുതലാളി അയാളെ വീട്ടിൽ നിന്നല്ല നിങ്ങൾക്ക് തരുന്നത്, അതിലൊരു പരസ്യം ഇടുന്നുണ്ട്. അയാൾ ഒരു 3 രൂപയാണ് ഒരു പരസ്യത്തിൻ്റെ വാങ്ങുന്നു വിചാരിച്ചോ. അയാൾ എന്ത് ചെയ്യും? അത് 5 പൈസ, അല്ല നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാണ്, 5 പൈസ നിങ്ങൾക്ക് തരും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ 1,00,000 ആളുകൾ, കാരണം പരസ്യത്തിൻ്റെ ശൈലിയെല്ലാം മാറി. ഇവിടെയുള്ളവർക്ക് ഇവർ പരമ്പരാഗത രീതിയിൽ ചിന്തിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റ് ഇവരും തമ്മിലുള്ള പ്രശ്നം വെച്ചാൽ സന്തോഷ് പണ്ഡിറ്റ് അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവർ പരമ്പരാഗതമായി കണ്ടു. ഓരോ കാര്യം ഇവരെങ്ങനെ കണ്ടെന്നുള്ളത് അത് ഇന്ന് നിങ്ങൾക്ക് അന്നത്തെ വീഡിയോ ഇന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും സന്തോഷം, അന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത് ശരിയാണ്.